കരിയർ മേക്കറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ സ്റ്റുഡൻസിനും സ്വാഗതം. ഇന്ന് നമ്മുടെ സ്വന്തം ബോഡിയിൽ നിന്ന് എങ്ങനെയാണ് മെഷർമെൻ്റ് എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യമായി നിങ്ങൾ ഒരു മിററിൻ്റെ മുന്നിൽ പോയി നിൽക്കുക. എന്നിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ഒരു ഊഹം നമ്മൾ ടേപ്പിൽ എടുക്കുക. എന്നിട്ട് ഒന്ന് മിററിന് മുമ്പിൽ പോയി വെച്ച് നോക്കുക. എത്രയാണോ എടുക്കുന്നത് അത് നമ്മുടെ ഷോൾഡറിൻ്റെ ഇവിടെ വെക്കുക. എന്നിട്ട് നേരെ വെച്ച് മിററിൽ നോക്കി കറക്റ്റാണോ എന്ന് നോക്കുക. അങ്ങനെ നമുക്ക് ഫുൾ ലെങ്ത്ത് മെഷർ ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് അതുപോലെ തന്നെ വേസ്റ്റ് ലെങ്ത്തും മെഷർ ചെയ്യാൻ കഴിയും. എവിടം വരെയാണോ വേണ്ടത് അവിടെ വെക്കുക. എന്നിട്ട് ഷോൾഡറിൻ്റെ ഇവിടെ എത്രയാണോ കിട്ടിയത് അത് നോക്കുക. എനിക്കിവിടെ 14 കിട്ടിയേക്കുന്നത്. അതുപോലെ തന്നെ സ്ലീവ് ലെങ്ത്തും ആണോ നമുക്ക് സ്ലീവ് ലെങ്ത്ത് വേണ്ടത് അത് ടോപ്പ് പോർഷനിൽ പിടിച്ചിട്ട് നോക്കുക. ഇങ്ങനെ സ്ലീവ് ലെങ്ത്ത് എടുക്കുക. എനിക്കിപ്പോൾ ഞാനിവിടെ ഒരു 8 എടുത്തേക്കുന്നത്, 8 ഇഞ്ച്. ഷോൾഡറിൻ്റെ ഇവിടെ പിടിച്ച് താഴെയിട്ട് നോക്കും. അതുപോലെ തന്നെ നമുക്ക് സ്ലീവ് റൗണ്ട് എവിടെയാണോ, ഷോർട്ട് സ്ലീവ് ആണെങ്കിൽ 1 ഫിംഗർ ഗ്യാപ്പിൽ നോക്കുക. 3/4 ആണ്. കൈ ഒന്ന് ചെറുതായിട്ട് ബെൻഡ് ചെയ്തിട്ട് ഒന്ന് നോക്കുക. 1 ഫിംഗർ ഗ്യാപ്പ്. ഫുൾ സ്ലീവ് ആണെങ്കിൽ കൈ ചുരുട്ടി പിടിച്ചിട്ട് ഇങ്ങനെയൊന്ന് കറക്റ്റ് മെഷർമെൻ്റ് എടുക്കുക. എത്രയാണോ കിട്ടുന്നത് കറക്റ്റ് മെഷർമെൻ്റ് എടുക്കുക. പിന്നെ നമുക്ക് ചെസ്റ്റ് റൗണ്ട് നോക്കാം. ചെസ്റ്റ് റൗണ്ട് 1 ഫിംഗർ ഗ്യാപ്പിൽ തന്നെ എടുക്കുക. വേസ്റ്റ് റൗണ്ട് നമ്മൾ വേസ്റ്റ് ലെങ്ത് എവിടെയാണോ മെഷർ ചെയ്ത് അവിടെ വേസ്റ്റ് റൗണ്ട് മെഷർ ചെയ്യാം. ഇതും 1 ഫിംഗർ ഗ്യാപ്പാണ്. ഇനി ഹിപ്പ് റൗണ്ട് ഹൈയസ്റ്റ് പോർഷനിൽ വെച്ചിട്ട് 1 ഫിംഗർ ഗ്യാപ്പ്. ഇനി നമുക്ക് ഷോൾഡർ ടു ഷോൾഡർ പുറകിലോട്ട് ഈ ഒരു ബോൺ മുതൽ ഈ ഒരു ബോണിൽ വെച്ച് നോക്കുക. എത്രയാണോ കിട്ടുന്നത് അത് നോക്കുക. ഷോൾഡർ ടു ഷോൾഡർ. നെക്ക് ഡെപ്ത് ആണെങ്കിൽ നമ്മൾ ഷോൾഡറിൻ്റെ ഇവിടെ സ്റ്റാർട്ടിങ് വെച്ചിട്ട് എത്രയാണോ വേണ്ടത് അവിടെ നിന്ന് ഇങ്ങനെ വേണ്ടത് അവിടുന്ന് ഇങ്ങനെ ശരിച്ചെന്ന് നോക്കുക. അതുപോലെ തന്നെ ബാക്കിൽ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സ്വന്തം ബോഡിയിൽ നിന്ന് മെഷർമെൻ്റ് എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പം അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.